നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ കോട്ടകളിലൊന്നായി CPM അവകാശപ്പെടുന്ന തിരുവനന്തപുരം ജില്ല ഇന്ന് കടുത്ത വെല്ലുവിളിയാണ് ഇടതുപക്ഷത്തിന് ഉയർത്തുന്നത്. ഒരു കാലത്ത് ജനകീയതയുടെ പേരിൽ വോട്ട് നേടിയ പാർട്ടി ഇന്ന് ജനവിരുദ്ധ നിലപാടുകളുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ ഭരണത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരപൂർണമായ സമീപനം സാധാരണ ജനങ്ങളെ അകറ്റി. നഗരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അധികാരത്തിൽ മുങ്ങിയ ഭരണകൂടം ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചു. അതിന്റെ പ്രതിഫലനമാണ് വോട്ടർമാരുടെ നിശബ്ദ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഗ്രൂപ്പ് വഴക്കുകളും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ കലാപഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ നിഴലിൽ പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ നൈതികത തകർന്നു വീഴുമ്പോൾ ഭരണാധികാരികളുടെ അഹങ്കാര യാത്രകൾ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന കാഴ്ചകളായി മാറും. പിണറായി വെള്ളാപ്പള്ളി കാർ യാത്ര അധികാരത്തിന്റെ ഹുങ്കും ജനങ്ങളിൽ നിന്നുള്ള അകലവും തുറന്നു കാട്ടിയപ്പോൾ CPM വേദിയിൽ യോഗി ആദിത്യനാഥിന് ഇടം കിട്ടിയത് എന്തിന് എന്ന ചോദ്യം പാർട്ടിക്കകത്തും പുറത്തും ഉയരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ കോളിളക്കവും ചേർന്ന് CPMന്റെ അടിത്തറ തന്നെ തകർക്കുകയാണ്. അധികാരം പിടിക്കാനുള്ള കണക്കുകൂട്ടലുകൾക്ക് മുന്നിൽ ജനാധിപത്യവും ഉത്തരവാദിത്വവും പിന്നിലാക്കി അതിന്റെ വില ഇന്ന് പാർട്ടി തന്നെ കൊടുക്കേണ്ടിയുമാണ്. തലസ്ഥാന കോർപ്പറേഷനിൽ LDFനുണ്ടായ വൻ പരാജയത്തിന് പിന്നാലെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം. മുൻ മേയർ VK പ്രശാന്ത് അടക്കമുള്ള നേതാക്കൾ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെള്ളാപ്പള്ളി നടേശനുമായുള്ള കാർ യാത്ര വരെ പരാജയത്തിന് കാരണമായി എന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോകാൻ പ്രധാന കാരണം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലിയാണെന്ന് ഭൂരിഭാഗം അംഗങ്ങളും കുറ്റപ്പെടുത്തി. മേയറുടെ അഹങ്കാരവും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും ഭരണത്തെ ദോഷകരമായി ബാധിച്ചുവെന്ന് VK പ്രശാന്ത് പറഞ്ഞു. മേയർ കൂടുതൽ ജനകീയമായി പ്രവർത്തിക്കണമായിരുന്നുവെന്നും ഇതിനു പുറമെ ജില്ലയിലെ പാർട്ടിയിൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയതയും തിരിച്ചടിയായി എന്നും നേതൃത്വം ആരോപിച്ചു. ജില്ലാ സെക്രട്ടറി ഒരൊറ്റ നേതാവല്ല, മറിച്ച് 3 പേരാണെന്ന പരിഹാസവും യോഗത്തിലുണ്ടായി. 3 തട്ടിലായി നിൽക്കുന്ന നേതൃത്വം തീരുമാനങ്ങൾ പരസ്പരം പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും വിമർശനം ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന് ജില്ലാ റിപ്പോർട്ട് തന്നെ സമ്മതിക്കുന്നുണ്ട്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് അംഗങ്ങൾ ചോദ്യം ചെയ്തു. ഇത് പാർട്ടി അണികളിലും പൊതുജനങ്ങളിലും ആശയക്കുഴപ്പമുണ്ടായി. പമ്പയിലെ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനുമായി ഒരേ കാറിലെത്തിയത് തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ LDFന് ദോഷം ചെയ്തെന്നും വിമർശനമുണ്ട്. BJPയും കോൺഗ്രസും ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയപ്പോൾ LDFന് അത്തരത്തിൽ സ്വാധീനമുള്ളവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. സ്ഥാനാർത്ഥി നിർണയം വൈകിയതും പലയിടത്തും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതും പരാജയത്തിന്റെ ആക്കം കൂട്ടി. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിൽക്കുന്നതാണ് ഈ പ്രതിസന്ധികൾക്ക് കാരണമെന്നും നേതാക്കൾ ആരോപിച്ചു. പത്മകുമാറിനെതിരായ നടപടി വൈകുന്നതിനെ MV ഗോവിന്ദൻ ന്യായീകരിച്ചെങ്കിലും ശബരിമല വിഷയം തിരിച്ചടിയായെന്ന് ജില്ലാ സെക്രട്ടറി റിപ്പോർട്ടിൽ ഏറ്റുപറയേണ്ടി വന്നു. ആഘാതം നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന കുറ്റസമ്മതവും പാർട്ടി വേദിയിലുണ്ടായി. ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം വ്യക്തമാണ്. പിണറായി സർക്കാരിന്റെ അഹങ്കാരവും ഉത്തരവാദിത്വമില്ലായ്മയും CPMനെ തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തത വരുത്താൻ കഴിയാത്ത ഭരണകൂടം ജനങ്ങളെ അഭിമുഖീകരിക്കാതെ പ്രതീകാത്മക യാത്രകളിൽ അഭയം തേടും. സംഘടനാ ശുദ്ധിയും ആശയപരമായ സ്ഥിരതയും നഷ്ടപ്പെട്ട പാർട്ടി താൽക്കാലിക തന്ത്രങ്ങളിലൂടെ ക്ഷയം മറയ്ക്കാൻ ശ്രമിക്കും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ കലഹം ഒറ്റപ്പെട്ട സംഭവമല്ല, അത് സംസ്ഥാനതല പരാജയത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അധികാരത്തിന്റെ കവചത്തിൽ ഒളിച്ചിരിക്കുന്ന നേതൃത്വം ഇനി വിശ്വാസം തിരികെ നേടില്ല. ജനാധിപത്യം അഹങ്കാരത്തെ ക്ഷമിക്കില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാവുകയാണ് പിണറായി സർക്കാരിന്റെ ഈ ഭരണ പരാജയം. ചരിത്രം അത് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത്.